നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 29-ാം തീയതി 1200-ാം ആണ്ട് മേടമാസം 16-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. കാർത്തിക നക്ഷത്രമാണ്. നക്ഷത്രം വന്നിരിക്കുന്നത് കാർത്തികയാണ്. ഇപ്പോൾ കാർത്തിക നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല. കാർത്തിക നക്ഷത്രം ശുഭ നക്ഷത്രമല്ല, ശുഭകാര്യങ്ങൾക്ക് എടുക്കുന്ന നക്ഷത്രമല്ല. അതുപോലെ തന്നെ ഇന്ന് ചൊവ്വാഴ്ചയും ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമല്ല. അതുകൊണ്ട് ഇന്ന് ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ശുഭകാര്യം നമ്മൾ ചെയ്തു പോകുന്ന റൊട്ടീനായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല. ഓരോ ശുഭപ്രദമായ കാര്യങ്ങൾ, പുതുതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് കൊടുക്കൽ വാങ്ങലുകൾക്ക് ഒക്കെ അനുകൂലപ്രദമായ ഒരു ദിവസമല്ല ഇന്ന്. അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, മേടമാസത്തിലെ കാർത്തിക നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കണേ. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ഭാഗ്യദായകമായ ഒരു വർഷമല്ല എന്നറിയുക. പലതരത്തിൽ സാമ്പത്തിക നഷ്ടവും, അഗ്നിഭയം, അതായത് തീപ്പൊള്ളലേക്കാം, ഇലക്ട്രിസിറ്റിയാൽ അപകടങ്ങളുണ്ടാവാം, അതുപോലെ സർജറിക്ക് വിധേയമാവാം, കേസ് വഴക്കുകൾ വരാം, ശത്രുക്കളുടെ എണ്ണം കൂടാം, ഭൂമിയിൽ നിന്ന് നഷ്ടങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ഭൂമി കൈവിട്ട് പോവാം, ബൗണ്ടറി പ്രശ്നങ്ങളുണ്ടാവാം. ഇതൊക്കെ വരാനിടയുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വർഷക്കാലവും. അതുകൊണ്ട് ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മുരുകനെ, സുബ്രഹ്മണ്യ സ്വാമിയെ തന്നെ പ്രീതിപ്പെടുത്തണം. മുരുക ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തണം. അതുപോലെ ആക്സിഡൻറ്റോ മറ്റ് അപകടങ്ങളോ വരാതിരിക്കാൻ വേണ്ടി മഹാദേവ ക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും ഈ 12 മാസക്കാലവും ജലധാരയും മൃത്യുഞ്ജയ ഹോമവും നടത്തണം. അപ്പോൾ ഈ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാഹു എന്ന് പറയുമ്പോൾ നമുക്ക് പ്രപഞ്ചത്തിൽ രാഹുവിന് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയം. ആ സമയത്ത് രാഹുവിന് വളരെ പ്രാധാന്യമുണ്ട്. ആ സമയത്ത് ശുഭയാത്രയ്ക്ക് തിരികെയാണെങ്കിൽ പല കാര്യങ്ങളെയും തടസ്സപ്പെടുത്താൻ ഇടവരും. 3:27 തൊട്ട് 5 മണി വരെയാണ് രാഹുകാല സമയം. എന്തുകൊണ്ട് രാഹുകാലം പറഞ്ഞു വെച്ചാൽ കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും യഥാർത്ഥ ദിവസത്തിൻ്റെ രാഹുകാലവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഗുളികകാല സമയം 3:27 തൊട്ട് 5 മണി വരെയും, ഗുളികകാല സമയം 12:22 തൊട്ട് 1:55 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇല്ല, നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുന്നത് നന്നായിരിക്കും. അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 48 മിനിറ്റ് നേരമുണ്ട്. ഏകദേശം 44 മിനിറ്റ് നേരം കിട്ടും. ഇടയ്ക്ക് 4 മിനിറ്റ് നഷ്ടപ്പെടും. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം. 11:58 തൊട്ട് 12:46 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ വസ്ത്രധാരണത്തിനൂടെ പ്രാധാന്യം കൊടുക്കുക. ചുവന്ന കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും. അല്ലെങ്കിൽ ചുവന്ന പൊട്ട് തൊടുകയോ ഒക്കെ ചെയ്യുന്നതും ഭാഗ്യത്തിനെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ കളറിനൊരു പ്രത്യേകതയുള്ളത് ആ എനർജിയെ നമ്മളിലേക്ക് വലിച്ചു കയറ്റി പോസിറ്റീവായിട്ട് നമ്മൾ ആക്റ്റീവാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.